നമ്മൾ ആചാര്യനാണോ സന്യാസിയാണോ എന്നൊരു സന്യാസ സഭയിൽ ഏറ്റവും വലിയ ഒരു വിഷയം. നമ്മളെ ക്ഷണിക്കും ചെയ്തു, എവിടെ ഇരുത്തണം. കാരണം വെച്ചാൽ നമ്മളെ വേദിയിലേക്ക് ഇരുത്തിയില്ലെങ്കിൽ ഉടനടി വരും, ഇതാ നമുക്ക് ജാതിയും മതമൊന്നും ഇല്ല, പക്ഷെ അങ്ങനെയാണല്ലോ, ഇതാ ദലിതൻ സ്വാമീനെ കയറ്റിയില്ല, അയാളോട് അങ്ങനെ കാണിച്ചു. ആ വേദിയിൽ അങ്ങനെ കാണാഞ്ഞപ്പോ സദസ്സിലിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്തയാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ അവിടെ കയറ്റിയിരുന്നില്ല. അപ്പൊ എന്താ വെച്ചാല് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് അതൊരു തർക്ക വിഷയമാകും. അപ്പൊ ഇവരാണെങ്കിൽ ആശയക്കുഴപ്പത്തിലും. അപ്പൊ ആശയക്കുഴപ്പത്തിന്റെ കാര്യം ആരാണ് സന്യാസി ആരാണ് ഇത് എന്നാണ്. അവിടെയാണ് സന്യാസി സമൂഹത്തിനോട് ഇതുവരെ എപ്പോഴും ഞാൻ പറയും, നിങ്ങളൊക്കെ ശങ്കരന്മാരാണ്, ചണ്ടാളിനെ ദർശിക്കാത്ത. അതെ, ഇവർ പഠിക്കുന്ന അക്കാഡമിക് വാല്യൂ ഉള്ള സാധനങ്ങളാണ്. ഇന്നത്തെ അക്കാഡമിക്ക് ഇവർ 10 ഉപനിഷത്തുകൾ നമ്മൾ പറയാ, ഈ പറയുന്ന പ്രസ്ഥാനത്രയം എന്ന് പറയും, ഇവിടുത്തെ സന്യാസിമാർ ഫോളോ, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു മൂലധനമായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നത് പ്രസ്ഥാനം. അപ്പൊ ബ്രഹ്മസൂത്രം, പിന്നെ അതുപോലെ തന്നെ ഭഗവത്ഗീത, പിന്നെ പ്രധാനപ്പെട്ടും ശങ്കരൻ ഭാഷ്യം ജപിച്ച 10 ഉപനിഷത്തുകൾ. ഈ കാര്യങ്ങൾ ഇവർ പഠിച്ചു വെച്ചിട്ട് ഇതാണ് ഹിന്ദു മതത്തിന്റെ ആകത്തുക എന്ന് പറയും. എന്നിട്ട് ഇതിനൊരു വസ്ത്ര നിയമം എന്താണ്, ഒരു കാവ്യ നിറം. അങ്ങനെ പറഞ്ഞാൽ ബാക്കി ഭൂരിപക്ഷ ഹിന്ദുവും പുറത്താണ്, ബഹുജൻ എന്നൊക്കെ പറഞ്ഞ സംഭവം പുറത്താണ്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഈ മലബാരത്തെ കുറിച്ചോ ഇവിടെ എഴുതപ്പെടാത്ത സംഭവത്തെ കുറിച്ച് അറിയില്ല. ഈ ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറയില്ല, നിങ്ങൾ ഗൾഫ് കണ്ടിട്ടുണ്ട്, ദുബായ് കണ്ടിട്ടില്ല, ഇന്ന് ദുബായ് ഇല്ല എന്ന് പറയില്ല. ഇത് പറഞ്ഞ പോലെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ പറയാണ് ഇതൊന്നുമില്ല. അവിടെ അവരെ മുന്നിൽ പോയിട്ട് അവരെന്നോട് ചോദിച്ച ചോദ്യം, അത് നിങ്ങളവിടെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, ബാബാജിയെ ഇവിടെ ഇരുത്തണോ ഇരുത്തണ്ടയോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. കാരണം അദ്ദേഹം ഒരു ആചാര്യനാണ്. എന്നിട്ട് ആ വേദിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പേര് പറഞ്ഞൊരു ആചാര്യൻ നമ്മളെ, വേറെ കേരളത്തിൽ ഒരു ആചാര്യൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാണ് ആ പേരെടുത്ത് പറഞ്ഞത് കൊണ്ടും ചണ്ടാള ബാബ ഒതുങ്ങിയില്ല. കാരണം ചണ്ടാള ബാബയുടെ ലക്ഷ്യം ശങ്കരനൊപ്പം എന്നുള്ളതാണ്. അത് ചണ്ടാള ബാബയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ എണീറ്റ് അല്ല, പിന്നീട് ഞാൻ ചിരിച്ചപ്പോൾ അവർ പറഞ്ഞു ചണ്ടാള ബാബ താഴ്ത്തിരുന്ന വിരോധമില്ല എന്ന് അദ്ദേഹം ചിരിച്ചു. അനുവാദം ചിരിയുടേതല്ല. നിങ്ങളെ എന്നെ അങ്ങനെ ആക്കിയല്ലേ, അതാണ് എൻ്റെ ചിരി. കാരണം നിങ്ങൾ നിശ്ചയിക്കുന്നു, ഞാനത് കേൾക്കണം. അതിന് നിങ്ങളാരാ? നിങ്ങളും ഞങ്ങളും ഇല്ല. പക്ഷെ അവിടുത്തെ ചോദ്യം അതാണ്. അപ്പോൾ അവർ അപ്പം നമ്മൾ എന്ത് ചെയ്തു, നേരെ ശിഷ്യനോട് പറഞ്ഞ ലെറ്റർ ഹെഡ് എടുത്ത് തരാൻ പറഞ്ഞു. ഇവിടുന്ന് മുൻകൂട്ടി കരുതി തന്നെ പോയി. കാരണം അതിൻ്റെ ഇടയിൽ ചർച്ച നടന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആദ്യം പോണില്ല എന്ന് കരുതിയതാണ്, പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല. കാരണം ഒരു സന്യാസി വിളിച്ചു പറഞ്ഞു അവിടെ ചെന്നാൽ ചിലപ്പോൾ ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട്, അവർക്ക് അറിയില്ല അങ്ങനെ, ഇപ്പോൾ പോകുന്നില്ല എന്ന് കരുതി. പക്ഷെ തലേ ദിവസം 12 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലാണ് തീരുമാനിക്കുന്നത്, പങ്കെടുക്കുന്നു. അപ്പോൾ പങ്കെടുക്കുന്നു കണ്ടപ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എഴുതിയിടും ചെയ്തു, ആത്മീയ മണ്ഡലത്തിൽ RLVമാരും സത്യഭാമമാരും ഉണ്ടോ? അപ്പൊ നമുക്കറിയില്ല. പലരും ചോദിച്ചോണം, ഉണ്ടോ? നമുക്കറിയില്ല. ഉണ്ടോ എന്ന് നാളെ അറിയാം. ഉണ്ടാകുന്ന തരത്തിലേക്കാണ് അവരെ പോക്കുണ്ടായതെങ്കിലും ലെറ്റർ ഹെഡിൽ എഴുതി ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന സംപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾക്ക് നമ്മളൊരു ചുരുങ്ങിയ വാക്കുകൾ എഴുതി, ഇന്ന സമ്പ്രദായമാണ്, ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു, പറയപ്പെടുന്ന ദീക്ഷാ പാരമ്പര്യം എനിക്ക് നിങ്ങളുടെ വ്യവസ്ഥയിലുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് പൂർണ്ണമായും നമ്മൾ വിയോജിക്കുന്നു. രേഖാമൂലം എഴുതി കൊടുത്താൽ വിയോജിക്കുന്നു. ചണ്ടാള ബാബ അടിയിൽ ദീക്ഷാനാമം എഴുതി ഒപ്പിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വാമിജി സംസാരിക്കാൻ വരുന്നത്. സ്വാമി സംസാരിക്കാൻ വരുമ്പോൾ സ്വാമിജി എന്താ പറയുക, ഇദ്ദേഹത്തെ ഇരുത്തുന്നതിന് വിരോധമുണ്ടോ വെച്ചാൽ മലബാർ സമ്പ്രദായത്തിൻ്റെ ആചാര്യനായിട്ട്. അപ്പം ആർക്കും വിരോധമില്ല, കൈയടിച്ചു. പക്ഷെ അവിടെ ആചാര്യനായിട്ടല്ല എനിക്ക് എൻട്രി വേണ്ടത്, സന്യാസി. അതെന്തുകൊണ്ടാവും ബാബാജി സന്യാസി ആചാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവുക? തീരുമാനമെടുക്കുന്നത് സന്യാസിമാരാണ് ഇന്ത്യയിൽ. ആചാര്യനായ നമ്മളെ 2ാം നമ്പറാണ്. എനിക്ക് 1ാം നമ്പർ ആകണം. അതെൻ്റെ ജനതയ്ക്ക് വേണ്ടി, ജാതിയല്ല പറയുന്നത്. അവഗണിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്ക്, അത് താങ്കളായിരിക്കാം, മുമ്പിലിരിക്കുന്നവരായിരിക്കാം, പുറകിലുള്ളവരായിരിക്കാം. കാരണം ഇപ്പോൾ തന്നെ അവിടെ ഒരു വിളംബരം പാസാക്കി. ആര് കൂടിയിട്ടാണ് നിശ്ചയിച്ചതെന്നൊരു ചോദ്യമുണ്ട്. സന്യാസിമാരാണ്. അപ്പോൾ പിന്നെ ഞാൻ ആചാര്യനായാൽ ആര് സംസാരിക്കും? അവിടെ ആരും സംസാരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് യോഗ്യത വേണ്ടേ. നേരത്തെ പറഞ്ഞു യോഗ്യത ദീക്ഷാപാരമ്പര്യത്തിലുണ്ട്. പിന്നെ നമ്മുടെ ആശ്രമം നാരായണ ഗുരുദേവൻ സന്യാസിയല്ല, അദ്ദേഹത്തിന്റെ പരമ്പര ഇപ്പോൾ സന്യാസികളാണ്, ആണല്ലോ. ചട്ടമ്പി സ്വാമികൾ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കുള്ള ദീക്ഷാ സമ്പ്രദായത്തിൽ ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ പരമ്പര സന്യാസിമാരാണല്ലോ. സ്വാമി വിവേകാനന്ദൻ പരമഹംസരുടെ ശിഷ്യനാണ്. പരമഹംസർ മഹാഷോഡശി ദീക്ഷനാണ്, എൻ്റെ ദീക്ഷയുള്ള ആളാണ്. ഭൈരവി ബ്രാഹ്മണയുടെ ശിഷ്യനാണ്. ഈ പറഞ്ഞ അഘോര സമ്പ്രദായം സ്ഥാപിച്ച ഭൈരവി ബ്രാഹ്മണിയാണ്. ആ ഭൈരവി ബ്രാഹ്മണയുടെ ശിഷ്യനായ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദൻ മഹാഷോഡശി പോലുമില്ല, ബാലാമന്ത്രം ജപിച്ച സാധകനാണ്. അദ്ദേഹം പോലും സന്യാസിയായി. അദ്ദേഹത്തിന്റെ പരമ്പര ശ്രീരാമകൃഷ്ണൻ സന്യാസമാണ്. ശുഭാനന്ദ ഗുരുദേവൻ അത്തരത്തിൽ സന്യാസം സ്വീകരിച്ച ആളല്ല, അദ്ദേഹത്തിന്റെ സന്യാസ പാരമ്പര്യമാണ്.